Illuminati, Illuminati. ചൂടോ പോയി ഇച്ചായ കൊള്ളാമോ? വൈകിട്ടൊന്ന് പുറത്തു പോയാലോ? എന്നാത്തിനാടി? 1-2 ചുരിദാറൊക്കെ എടുക്കാം. വീട്ടിൽ കുത്തിയിരിക്കണ നിനക്കെന്തിനാ ഇപ്പൊ ചുരിദാറ്? വീട്ടിൽ കുത്തിയിരിക്കുന്ന ഡ്രസ് ഇട്ടോണ്ടിരിക്കണ്ടേ? ഇരുന്നോ? പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ടോ? അതല്ല ഇച്ചായ, അന്ന് നമ്മള് പൂനെക്ക് പോയപ്പോ എടുത്ത ഡ്രസ്സിന്റെ ഒക്കെ സ്റ്റിച്ചൊക്കെ വിട്ട്. പൂനെ എടുത്ത ഡ്രസ്സ് ആരാ സെലക്ട് ചെയ്തത്? ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. 150 രൂപയ്ക്കുള്ള ചുരിദാർ വാങ്ങല്ലേ വാങ്ങല്ലേ എന്ന് ഞാൻ നിന്റെ അടുത്ത് ഒരു 150 തവണ പറഞ്ഞു, കേട്ടില്ല. അതിന് ഇച്ചാൻ ലാഭം ഉണ്ടാക്കി തന്നല്ലേ. പോയാലോ പുറത്ത്? സത്യം പറഞ്ഞ എന്നെ പോലത്തെ ഒരു ഭാര്യനെ കിട്ടിയത് ഇച്ചാന്റെ ഭാഗ്യവാ. ഏത് വകുപ്പില്? എന്ത് ചെലവാ എനിക്കുള്ളത്? 1-2 മാസം കൂടുമ്പോഴത്തേക്ക് 1-2 ചുരിദാർ എടുക്കും. 1-2 ഉള്ളൂ. അതാണ് ആകെ ഉള്ളൊരു ചെലവ്. അത് തന്നെ ഇച്ചാന് ലാഭമാ. എങ്ങനെ? 10 പൈസ ചെലവില്ലാതെ വീട്ടുജോലി എല്ലാം ചെയ്യുന്ന ഒരു ഭാര്യനെ കിട്ടിയില്ലേ? വീട്ടുജോലിക്ക്? എനിക്ക് വല്ല ജോലി ഉണ്ടായിരുന്ന ഇച്ചായ പെട്ടനെ. ആഴ്ച ഡ്രസ് എടുക്കണം. ഇവിടെ ഒരു ജോലിക്കാരിനെ വെക്കണം. ആ ജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കണം. എന്തൊക്കെ ചെലവായനെ. നിനക്ക് ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ശമ്പളം കിട്ടത്തില്ലേ? ഓഹോ, അതാണ് ഇച്ചായന്റെ മനസ്സിലിരിപ്പ്. ജോലിയില്ലാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് നഷ്ടമായെന്ന് ഇച്ചായന് തോന്നി തുടങ്ങി. എന്റെ പൊന്നുമോളെ, നീ വണ്ടി എങ്ങോട്ടാ കൊണ്ടുപോണേന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിനക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു എന്ന് നിനക്ക് വരുത്തി തീർക്കണം, അല്ലേ? എന്നിട്ട് അത് കാരണം എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് കൂട്ടിച്ചേർക്കണം. അപ്പുറത്തെ വീട്ടിലെ ഉണ്ണിയാർച്ച പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് അവരോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടെന്ന് നിനക്ക് കൊണ്ടെത്തിക്കണം. അതല്ലേ മോളുടെ റൂട്ട്. കണ്ടോ 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 എന്ത് കൊണ്ടോ കൊണ്ടോ കൊണ്ടോ? എന്റെ ഇച്ചായ, ഈ ഒരു സംഭവത്തില് സത്യമായിട്ട് ഉണ്ണിയാർച്ച എന്നുള്ളൊരു പേര് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. സ്വപ്നത്തിൽ നീ വിചാരിച്ചു കാണൂല, പക്ഷെ യാഥാർത്ഥ്യത്തിൽ നീ വിചാരിച്ചു ഒന്നുമല്ല. ഇച്ചായ റൂട്ട് തിരിച്ച് അങ്ങോട്ട് കൊണ്ട് ലാൻഡ് ചെയ്യിക്കുമായിരുന്നു. കാരണം എന്താ? ഇച്ചായന്റെ മനസ്സ് മൊത്തം അവളാണ്, അല്ലേ? ഫോണെടു. അയ്യോ, എന്ത് പെട്ടെന്ന് മുഖഭാവം മാറി. ഹലോ അമ്മച്ചി, എന്തുണ്ട്? ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. ഞാനും ഇച്ചായനും കൂടെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്നു. വെറുതെ ഒന്നുമല്ല, ഇവളെ സഹിക്കാൻ വയ്യ എനിക്ക്. ഒരു മിനിറ്റ് അമ്മച്ചി, പറയുന്നതിന് എല്ലാത്തിനും അങ്ങനെ കൗണ്ടർ അടിച്ചോണ്ടിരിക്കണ്ട കേട്ടോ. പറ അമ്മച്ചി. ആണോ? ഭയങ്കര ആഘോഷമാണോ? ആഹാ, വരാൻ പറ്റുമോന്ന് അറിയത്തില്ല അമ്മച്ചി. ഞാൻ ഇച്ചാനോടൊന്ന് ചോദിക്കട്ടെ. ശരി, ചോദിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ശരി. ചായ, നമ്മുടെ വീടിന്റെ അപ്പുറത്തെ മറ്റേ സെബാസ്റ്റ്യങ്ങളില്ലേ, അങ്ങേരുടെ ഷഷ്ടി പൂർത്തി. നമ്മളെ രണ്ടുപേരും വിളിക്കാനിരിക്കാൻ നമുക്ക് പോയാലോ? എനിക്ക് വരാൻ പറ്റില്ല. ഈ പറയുമ്പോ തന്നെ എനിക്ക് അറിയാൻ പറ്റത്തില്ല. എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണ എന്തിനാ? ഇനി വരാൻ പറ്റാത്തോണ്ടാണ്. എനിക്ക് അവധിയില്ല, നല്ല തിരക്കാണ്. എന്റെ ഇച്ചായ, നമ്മൾ രാവിലെ രണ്ടുപേരും കൂടെ പോകുന്നു, 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. കൊറേ നാളായില്ലേ ഈ ചായ പോയിട്ട്. അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഒറ്റയ്ക്ക് പൊക്കോ. ഞാൻ ഒറ്റയ്ക്കാ? അവിടെ വരെയാ? എന്താ കുഴപ്പമെന്താ? ഇച്ചാൻ ഒരു സ്നേഹവും ഇല്ലല്ലേ? പിന്നെ ഇത് സ്നേഹവും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എനിക്ക് തിരക്കായതുകൊണ്ടാണ് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ഹലോ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെ. സുമാരൻ ചേട്ടാ പറയേ. ഇല്ല, ഹോസ്പിറ്റലിൽ പോയില്ല, പോകാൻ സമയമാവുന്നല്ലേ ഉള്ളൂ. എന്തുപറ്റി? അത് ശരി, വീട്ടിലെ പാല് കാച്ചോ? നല്ല കാര്യമാണല്ലോ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റ്സ്. ഇല്ല, ഞാൻ വരാം. അതെന്ത് ചോദ്യമാണ്? സുമാരൻ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വരാതിരിക്കുമോ? ഇല്ല, എന്തായാലും ഞാൻ എത്തും. രാവിലെ ആണെങ്കിൽ. വൈകിട്ടാണോ? നാളെയോ? ശരി, വൈകിട്ടാണെങ്കിൽ കുഴപ്പമില്ല, എത്തിക്കോളാം. ശരി ചേട്ടാ, ബെസ്റ്റ് വിഷസ് കേട്ടോ. എന്താ സംഭവം? റേഷൻ കടയിലെ സുമാരൻ ചേട്ടൻ്റെ വീടിൻ്റെ പാല് കാച്ച്. നാളെ വൈകിട്ടാ ഫങ്ഷൻ, പാർട്ടിയൊക്കെ ഉള്ളതേ. അപ്പം ഞാൻ പോകുന്നുണ്ട്. ഓഹോ, ഇച്ചായന് വേണ്ടപ്പെട്ട ഒരു ഫംഗ്ഷന് വിളിച്ചാൽ ഇച്ചായന് പോകാം, ഞാൻ വിളിച്ചാൽ പറ്റൂല. നീ വിളിച്ച ഫംഗ്ഷൻ കോട്ടയത്ത്, ഈ ഫംഗ്ഷൻ ഇവിടെ. കോട്ടയം അങ്ങ് അമേരിക്കയിലൊന്നും അല്ലല്ലോ. ഏറിപ്പോയ ഒരു 4-5 മണിക്കൂർ അത്രയല്ലേ ഉള്ളൂ. 4-5 മണിക്കൂർ എടുക്കും. ഇത് 15 മിനിറ്റ് മതി.
എന്റെ ഈച്ചായ ഇത് അതൊന്നും കൊണ്ടല്ല. എന്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനുമായിട്ട് സഹകരിക്കാൻ ഇച്ചായന് താല്പര്യമില്ല. മുമ്പ് എപ്പോ വിളിച്ചാലും ഇങ്ങനെ തന്നെ ഇച്ചായ മറുപടി പറഞ്ഞേക്കുന്നത്. എന്റെ ആലീസ, ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അയ്യോ, ഇച്ചായ മാത്രമല്ലേ ഉള്ളൂ ഈ ലോകത്ത് സർക്കാർ ജോലിയായിട്ട്. ഇച്ചായന് മാത്രമല്ലേ ഉള്ളൂ തിരക്ക്, വേറെ ആർക്കും തിരക്കുമില്ല, ഒന്നുമില്ല. പൊന്നാലീസെ പറഞ്ഞ് കാട് കയറണ്ട. ഇപ്പൊ തന്നെ നിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഫംഗ്ഷന് നമ്മളെ വിളിച്ചു. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് ഒരു ദിവസത്തെ ലീവ് എടുക്കണം. വേണ്ടേ? നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നതിന് ലീവ് എടുക്കണ്ടേ പോയിട്ട് വരാനായിട്ട്? സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ നമുക്ക് ചോദിക്കുമ്പോ ലീവ് കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ടാ പറഞ്ഞ നടക്കത്തില്ല എന്ന്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ പോയിട്ട് വാ, എനിക്കാരും യാതൊരു എതിർപ്പുമില്ല. എന്റെ ഇച്ചായ, ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നത് ഭയങ്കര ബോറാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര പേര് ചോദിക്കുമെന്നറിയോ, ഹസ്ബൻഡ് വന്നില്ലേ, ഹസ്ബൻഡ് വന്നില്ലേ, ഹസ്ബൻഡ് തിരക്കാണോന്ന്. തിരക്കാണോന്ന് ചോദിക്കും അല്ലേ? അപ്പൊ തിരക്കാണെന്ന് പറയേ, തിരക്കാണല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ തിരക്കാണെന്ന് ആ സുകുമാരൻ ചേട്ടനോട് അങ്ങോട്ട് പറഞ്ഞാ പോരായിരുന്നു? സുകുമാരൻ ചേട്ടന്റെയും ഈ കേസും രണ്ടും രണ്ടാണ്. ഒന്നാമത്തെ കാര്യം, ഇങ്ങോട്ട് നോക്ക്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ട്. ഏത്? സുകുമാരൻ ചേട്ടന്റെ ഫംഗ്ഷൻ. എനിക്ക് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന വഴി ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ കയറി മുഖം കാണിച്ചാൽ മതി. ഇവിടെ അങ്ങനെയാണോ? നമ്മൾ പോയി തിരിച്ചു വരണം. 3-4 മണിക്കൂർ, നീ പറഞ്ഞതനുസരിച്ച് 3-4 മണിക്കൂർ എടുക്കണം. ഇത് അതൊന്നും കൊണ്ടല്ല. എന്ത് പറഞ്ഞാലും ഈച്ചായന് പറയാനായിട്ട് ഒരുപാട് ന്യായങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാ? സ്വന്തം കാര്യം സിന്താവാ. ഞാൻ ഇങ്ങോട്ട് നോക്ക്. ഇച്ചായന്റെ വീട്ടിലത്തെ ഒരു ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഇച്ചായൻ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് പോയേനെ. ഇതിപ്പോ എന്റെ കാര്യമായി പോയില്ലേ? ആരാന്ന് പോയി നോക്ക്. നോക്കാൻ എനിക്ക് മനസ്സില്ല. ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ. വേണ്ട, സ്നേഹിക്കണ്ട. എന്നെ സ്നേഹിക്കാൻ പറ്റിയ സാധനം. ഓ